പ്രിയപ്പെട്ടവരെ, അട്ടപ്പാടിയിൽ നിന്ന് ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നു. അട്ടപ്പാടിയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. പുലിയറ സ്വദേശി ഗോപാലകൃഷ്ണനാണ് ആത്മഹത്യ ചെയ്തത്. ബാങ്കിലെ ലോൺ ജപ്തി നടപടിയായതിനാൽ ഭൂമി വിൽക്കാൻ ശ്രമിച്ചെങ്കിലും തണ്ടപ്പേര് കിട്ടാത്തതിനാൽ വിൽക്കാൻ കഴിഞ്ഞില്ല. മുപ്പിൽ നായരുടെ കുടുംബം വിൽപ്പന നടത്തിയ ഭൂമികളിലെ റവന്യൂ നടപടികൾ ജില്ലാ കളക്ടർ തടഞ്ഞതാണ് കാരണം. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു ഗോപാലകൃഷ്ണൻ എന്ന് കുടുംബം പ്രതികരിച്ചു. ഇബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇബാൽ ഇറക്കൽ, ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ആത്മഹത്യയായിരുന്നു അത്. കളക്ടർ ഇടപെട്ട് ഈ ഭൂമിയുടെ ക്രയവിക്രയം തടഞ്ഞതാണ്, തണ്ടപ്പേര് കിട്ടാഞ്ഞതാണ് മനോവിഷമം ഉണ്ടാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ബന്ധുക്കൾ പറയുന്നത്? എന്താണ് വാസ്തവം ഇബാൽ? അരുൺകുമാർ, കഴിഞ്ഞ ദിവസമാണ് ഈ അട്ടപ്പാടി പുലിയറ സ്വദേശിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ സഹോദരനെ ഫോണിൽ വിളിച്ച് താൻ വിഷം കഴിച്ചു എന്ന കാര്യം അറിയിക്കുന്നത്. പിന്നീട് ചികിത്സയിലിരിക്കെയാണ് ഗോപാലകൃഷ്ണൻ മരിച്ചത്. കുടുംബത്തോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഗോപാലകൃഷ്ണന് കുടുംബം വഴി ലഭിച്ചിട്ടുള്ള കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, 5 ഏക്കറോളം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഭൂമിക്ക് തണ്ടപ്പേര് ലഭിക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു റവന്യൂ അധികൃതരുടെ ഭാഗത്ത് നിന്ന്. അതേ തുടർന്ന് പിന്നീട് ഗോപാലകൃഷ്ണൻ വലിയ രീതിയിൽ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഗോപാലകൃഷ്ണന് അസുഖബാധിതനായിരുന്നു, ചികിത്സിക്കാൻ പണം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. മാത്രമല്ല ബാങ്കിൽ വലിയ രീതിയിലൊരു ജപ്തി നടപടി നേരിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ജപ്തി നടപടി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഗോപാലകൃഷ്ണൻ നടത്തുന്നതിനിടയിൽ ഭൂമി വിൽക്കാൻ നോക്കിയപ്പോൾ തണ്ടപ്പേര് ലഭിക്കാത്തതിനെ തുടർന്ന് ഈ ഭൂമി വിൽപ്പന നീണ്ടുപോവുകയായിരുന്നു. ഇതിന് കാരണമായത് ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവാണ്. കാരണം ഈ മുപ്പിൽ നായർ കുടുംബത്തിൻ്റെ ഭൂമിയാണ് അട്ടപ്പാടിയിലും മണ്ണാർക്കാട്ടിലും ഭൂരിഭാഗവും. ഈ മുപ്പിൽ നായരുടെ കുടുംബം ഏക്കർ കണക്കിന് ഭൂമിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അട്ടപ്പാടിയിൽ ഉൾപ്പെടെ വിൽപ്പന നടത്തിയത്. ഈ വിൽപ്പന അനധികൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് പല പരാതികളും ഹൈക്കോടതിയിലേക്ക് ഉൾപ്പെടെ ലഭിക്കുന്നു, ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെ ലഭിക്കുന്നു. ഈ മുപ്പിൽ നായരുടെ കുടുംബം വിറ്റ ഭൂമികളിൽ ചിലത് സർക്കാർ ഭൂമിയാണെന്നും ആദിവാസി ഭൂമിയാണ് എന്നുള്ളതായിരുന്നു ഈ പരാതിയിൽ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് ജില്ലാ കളക്ടർ അതിവേഗത്തിൽ അന്വേഷിക്കാൻ ഉത്തരവിടുകയും മുപ്പിൽ നായർ കുടുംബത്തിന്റെ വക വിൽപ്പന നടത്തിയുള്ള ഭൂമികളുടെ റവന്യൂ നടപടികൾ തടയുകയും ചെയ്തുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനെ തുടർന്നാണ് ഗോപാലകൃഷ്ണനും ഈ തണ്ടപ്പേര് ലഭിക്കാതെ ആയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർക്ക് ഈ നടപടി ഒന്ന് പിൻവലിക്കണം, തനിക്ക് തണ്ടപ്പേര് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് അന്വേഷണ പരിധിയിലായതുകൊണ്ട് തന്നെ ആർക്കും ഇടപെടാൻ കഴിയാത്തൊരു സ്ഥിതിയായിരുന്നു. അതിനു പിന്നാലെ മനോവിഷമത്തിലായ ഗോപാലകൃഷ്ണൻ പിന്നീട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും തുടരന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കുമാർ. ഓക്കെ, താങ്ക് യു. ഇക്ബാൽ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തി കണ്ടെത്തട്ടെ. കാര്യം നിരാലംബരായ കുറച്ച് മനുഷ്യരാണ്. അവർക്ക് മനോവിഷമം ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ കൂടെ നിൽക്കണം. നമ്മൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറഞ്ഞതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അങ്ങോട്ട് പോയി ചോദിക്കുകയാണ്, എന്താ സങ്കടം, എന്താ രേഖകളില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സർക്കാർ സംവിധാനം. ആ സംവിധാനത്തിന് കീഴിൽ ഒരാൾക്ക് പോലും അത്ര മനോവിഷമം ഉണ്ടാവാൻ പാടില്ല. സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാണ് കൂടെ നിൽക്കേണ്ടത്. അയാൾ നമ്മുടെ ഒരാളാണെന്ന് തോന്നലുണ്ടാവണം. അതാണ് സർക്കാർ ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ.